ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷൻസൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഡെയിലി നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുപോവുക. അഫർമേഷൻസും ഗ്രാറ്റിറ്റ്യൂഡ് വോക്കൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മെഡിറ്റേഷൻ ട്രാക്കിലേക്ക് ഈസി ആയിട്ട് കയറാൻ പറ്റും. അതിൽ തന്നെ സ്റ്റേ ചെയ്യാനും പറ്റും. നമ്മുടെ ആഗ്രഹങ്ങളെയൊക്കെ നല്ല രീതിയിൽ നമുക്ക് സാധിച്ചെടുക്കാനും സാധിക്കും കേട്ടോ. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് വോക്ക് എന്ന് പറയുന്നത് ഡെയിലി ചെയ്യേണ്ടതാണ്, 1-2 ദിവസം ചെയ്യേണ്ടതല്ല. അത് ചെയ്യുമ്പോഴത്തേനുണ്ടല്ലോ നമുക്ക് നമ്മുടെ നേച്ചറുമായിട്ട് ഒരു കോണ്ടാക്റ്റ് വരുന്ന രീതിയിൽ വേണം നമ്മളത് ചെയ്യാനായിട്ട്. ബിക്കോസ് നമ്മൾ ചുമ്മാ നമ്മുടെ സൗകര്യങ്ങളനുസരിച്ചിട്ട്, അതായത് ഇപ്പം അരമണിക്കൂറോ 15 മിനിറ്റോ ഒന്നും നടക്കണമെന്നില്ല. നമുക്ക് ചെറിയൊരു ബാൽക്കണിയാണുള്ളതെങ്കിൽ അതിലൂടെ നടക്കാൻ നോക്കാം. ഇപ്പോൾ മുറ്റത്തൂടി നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ മണ്ണിൽ ചവിട്ടി നടക്കാൻ നോക്കുക. കാരണം ആ ഒരു നമ്മുടെ പാദസ്പർശം ഭൂമിയിലേക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഈ ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഫോർമേഷൻസൊക്കെ കുറച്ചും കൂടി ഫീൽ ആവാൻ തുടങ്ങും. കുറച്ചുകൂടി പെട്ടെന്ന് സാധിക്കാൻ തുടങ്ങും നേച്ചറുമായിട്ട് അല്ലെങ്കിൽ ഭൂമിയുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന സമയത്ത്. ഓക്കെ, അങ്ങനെ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യുക. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഞാൻ പറയാം, ഞാൻ എൻ്റെ ബാൽക്കണി കൂടിയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ സൗകര്യങ്ങളനുസരിച്ചിട്ട് എന്താണ് നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്യാം. പക്ഷേ കൂടുതലും നേച്ചറുമായിട്ടൊരു കോണ്ടാക്റ്റ് വരുന്ന രീതിയിൽ ചെയ്യാം. അപ്പോൾ ഞാൻ നടക്കുമ്പോൾ തന്നെ ആ ഒരു നേച്ചറിനെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു പ്യുവറായിട്ടുള്ള എയർ ബ്രീത്ത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് കാം ആൻഡ് കൂളാകും. ആ ഒരു രീതിയിലേക്ക് നമ്മളെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് നോക്കണം. ആൻഡ് ഇതൊരു ദിവസത്തെ പ്രോസസ്സൊന്നുമല്ല, നമുക്കിത് ഡെയിലി നമ്മളിത് തന്നെ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. എന്നാൽ മാത്രമേ നമ്മുടെ മൈൻഡിനെ നമുക്കൊന്ന് റീപ്രോഗ്രാം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം എല്ലാവരും പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു. അഫർമേഷൻസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിന് വേണ്ടിയുള്ള അഫർമേഷൻസ് നമ്മൾ എഴുതാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അതിന് ഭയങ്കരമായിട്ടുള്ള റിസൾട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമുക്കത് ആവശ്യമുള്ളവർക്ക് അത് എഴുതാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കഴിയുമ്പോൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ട കുറച്ച് കാര്യങ്ങൾ, അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം. പലരും വീടുകളിൽ ചെയ്യാറുള്ളൊരു കാര്യമാണ് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ന്യൂസ് പേപ്പർ വായിക്കുന്നത്. ചായ കുടിക്കുന്നതിൻ്റെ കൂടെ അല്ലെങ്കിൽ കാപ്പി കുടിക്കുന്നതിൻ്റെ കൂടെ എഴുന്നേറ്റ ഉടനെ ന്യൂസ് പേപ്പർ വായിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനമില്ല എന്നുള്ളതാണ്. അതിൻ്റെ ആവശ്യമില്ല. ഏറ്റവും വലിയ നെഗറ്റീവാണത്. അതിൽ ഒരുപാട് വിഷമിപ്പിക്കുന്ന വാർത്തകളും കാര്യങ്ങളും ഒക്കെ കാണുമല്ലേ. നമ്മളെ ടെൻഷൻ അടിപ്പിക്കുന്ന കാര്യങ്ങൾ കാണും. ന്യൂസ് പേപ്പറിൽ ഒരിക്കലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്താ ഉണ്ടാവുക അല്ലേ. അപ്പോൾ എഴുന്നേറ്ററിനെ ഈ ന്യൂസ് പേപ്പർ വായിക്കുന്ന ശീലം കട്ട് ചെയ്യുക. അതിൻ്റെ ആവശ്യമില്ല. ചിലപ്പോൾ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്ത് വന്നിരുന്ന ഒരു കാര്യമായിരിക്കാം, അതൊരു ശീലമായിരിക്കാം. അത് നമ്മുടെ ലൈഫിനോട് നമ്മുടെ ഇടയിൽ ചേർന്നുള്ളൊരു ശീലമായിരിക്കാം ഈ എഴുന്നേറ്റാണ് ന്യൂസ് പേപ്പർ വായിക്കുക എന്നുള്ളത്. നമുക്കതിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്കതിൽ നിന്ന് ഏറ്റവും വിഷമങ്ങളും നെഗറ്റീവ്സും ഒക്കെയാണ് തരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കുക തന്നെ ചെയ്യണം. അപ്പോൾ അതിൽ കണ്ട ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു ന്യൂസ് അതിപ്പോഴും എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. ഞാൻ പണ്ട് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് കിടന്നുറങ്ങുമായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ നല്ല ഉറക്കമാണ്. അപ്പോൾ വെളുപ്പിനെ എഴുന്നേറ്റിട്ട് എന്നോട് ആരോ ഒരു ന്യൂസിൻ്റെ കാര്യം പറഞ്ഞു. അത് ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു എൻ്റെ പ്രഗ്നൻസി ഒരു 6 വർഷമൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ആ ഒരു കാര്യം ഓർക്കുന്നുണ്ട്. അത് ഏറ്റവും വലിയ നെഗറ്റീവ് ന്യൂസായിരുന്നു. അതായത് നമ്മുടെ ഇവിടെ കോട്ടയത്ത് ഒരു ഡോക്ടർ, നഴ്സായിരുന്നു, മെയിൽ ഡോക്ടർ ലേഡി ഡോക്ടറെ തീ വെച്ചിട്ട് കൊന്നു എന്ന് പറഞ്ഞിട്ട് ക്യാൻസൽ എനിക്കത് പറയാൻ ഇഷ്ടമല്ല. അപ്പോൾ ആ ഒരു ന്യൂസ് ഉറങ്ങിക്കിടക്കുകയാണ് ഞാൻ. എന്നെ എഴുന്നേൽപ്പിച്ചിട്ട് ആ ന്യൂസും ആ പത്രവും തന്നെ എന്നെ ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. എനിക്കത് ഭയങ്കര ഷോക്കായിപ്പോയി. അത് അപ്പം നമ്മളായിരുന്നു എന്തിനാണ് എന്നെ ഇങ്ങനെ കൊണ്ട് കാണിക്കുന്നത്, എന്നെ ഇത് കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ വ്യക്തിക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ പറഞ്ഞത് ഏറ്റവും വലിയൊരു ഫോട്ടോ, അതിനിപ്പോൾ ഒരു ന്യൂസ് പേപ്പറിലല്ലേ ഒരു ന്യൂസ് കൊണ്ട് കാണിച്ചത് ഇങ്ങനെ പറയുന്നത് എന്നാണ് അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. പക്ഷേ അതിലൊരു നെഗറ്റീവ് അല്ലെങ്കിൽ നമ്മൾ ആ കണ്ണ് തുറക്കുന്ന അപ്പം തന്നെ അത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ്, പ്രഗ്നൻസിയാണ്, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അതിനെക്കുറിച്ച് അവരാരും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല അല്ലെങ്കിൽ മനസ്സിലാകാൻ ശ്രമിക്കില്ല. അപ്പോൾ അത് ഏറ്റവും വലിയൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം. സ്റ്റിൽ ഞാനിപ്പോഴും അത് ഓർക്കുന്നു എന്നുള്ളതാണ്. അന്ന് എനിക്കുണ്ടായ ആ ഒരു നെഗറ്റീവ് എനർജി ഈ ഒരു കാര്യം ഓർത്തിട്ടുണ്ടെങ്കിൽ ആ സെയിം നെഗറ്റീവ് എനർജി ഇപ്പോഴും എനിക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യം. ഞാനത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. പറഞ്ഞാൽ കേൾക്കുന്നവർക്കും കൂടി അത് ഭയങ്കരമായിട്ട് ഹേർട്ടാവും. അങ്ങനെയുള്ളൊരു ന്യൂസായിരുന്നു അത്. അപ്പോൾ ഇപ്പോഴും എന്നെ അത് ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും എൻ്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല.
പെട്ടെന്നുണ്ടായ ഒരു ഞെട്ടലായിരുന്നു അത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കണം. നമ്മൾ എഴുന്നേറ്റ ഉടനെ നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തകളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഓക്കെ, കിടക്കുന്നതിന് തൊട്ട് മുന്നേയും നമുക്ക് ഇടനേരങ്ങളിൽ എപ്പോഴെങ്കിലും ന്യൂസ് പേപ്പർ വായിക്കാം, അല്ലേ? സമയം ഇഷ്ടം പോലെയുണ്ട്. നമ്മൾ ശീലമാക്കി വെച്ചിട്ടുള്ളതാണ് എഴുന്നേറ്റ് ഉടനെ ന്യൂസ് പേപ്പർ വായിക്കണം. അല്ലെങ്കിൽ ശരിയാകത്തില്ല. അതിൻ്റെ ഒരു ശീലമാണെന്നുള്ളത് അത് നമ്മൾ തന്നെ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ശീലമാണ്. അപ്പം നമുക്കതൊന്ന് മാറ്റാം, അതൊന്ന് മാറ്റി പിടിക്കാം, അത് വേണ്ട. ഓക്കെ, അത് ഫസ്റ്റ് കാര്യം. അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂസ് ചാനൽ. രാവിലെ എഴുന്നേറ്റ ഉടനെ ന്യൂസ് ചാനൽ വെച്ചിട്ട് ആ ഒരു ന്യൂസ് ഓൺ ചെയ്ത് വെച്ചിട്ട് ബാക്കി ജോലികളൊക്കെ ചെയ്യുന്ന ഫാമിലീസ് ഉണ്ട് എനിക്കതറിയാം നന്നായിട്ട്. അപ്പം അതിൻ്റെയും ആവശ്യമില്ല. നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേനും വല്ല ഭക്തിഗാനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നമുക്ക് രാവിലെ കേൾക്കാൻ നോക്കാം. അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റാണെങ്കിൽ ടി വി വെക്കേണ്ട ആവശ്യം പോലും ഇല്ല, അല്ലേ? നമ്മൾ രാവിലെ എഴുന്നേറ്റാണ് എന്തിനാ ടി വി ഓൺ ചെയ്ത് വെക്കുന്നത്? നമുക്ക് നല്ല രീതിയിൽ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ പോലും അഫർമേഷൻസ് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അഫർമേഷൻസ് ഇങ്ങനെ വിസ്പർ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ജോലികളെ ചെയ്യാൻ പറ്റും. നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടി നമുക്ക് അഫർമേഷൻസ് പറയാൻ പറ്റും. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ വീടിന് വേണ്ടി, നമ്മുടെ കൂടെയുള്ളവർക്ക് വേണ്ടി, ഹസ്ബൻഡിന് വേണ്ടി, വൈഫിന് മക്കൾക്ക് വേണ്ടി, ആർക്ക് വേണ്ടി വേണമെങ്കിലും നമുക്ക് അഫർമേഷൻസ് പറയാം. അപ്പം നമുക്ക് ആ ഒരു രീതിയിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലേ? ടി വി വെക്കണം എന്നുള്ള ഇപ്പോൾ വീട്ടിൽ മൂത്തയാൾ അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, മക്കളാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീട്ടിൽ അച്ഛനും അമ്മയും വെച്ചിട്ടുള്ളൊരു ശീലമാണ് ടി വി വെക്കുക എന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അംഗീകരിക്കത്തില്ല, അവർ വഴക്ക് പറയും. അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ ഒരു അത് കേൾക്കണ്ട. മാക്സിമം ആ ഒരു കാര്യം ചെവിയിലോട്ട് എത്താതെ ഇരിക്കാൻ നിങ്ങൾ ശ്രദ്ധ മാറ്റാനായിട്ട് നോക്കുക. കാരണം ന്യൂസിൽ ഒരിക്കലും നല്ല കാര്യങ്ങൾ പറയത്തില്ല, അല്ലേ? എപ്പോഴും ഒരിക്കലും നല്ല കൂടുതലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിന്ന് മാക്സിമം മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം അത് നമ്മളങ്ങനെ രാവിലെ അതൊരു കേട്ടിട്ട് എന്ത് സെൻസാണ് ഉണ്ടാക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി. പല വീടുകളിലും ഉള്ളതാണ്. രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ ന്യൂസ് എഴുന്നേൽക്കുന്ന അന്നേരം തന്നെ ചാനൽ വെക്കും, ന്യൂസ് ചാനൽ വെക്കും. അത് ഓണാക്കി അവിടെ അങ്ങ് വെച്ചേക്കും. പിന്നെ അത് ചിലപ്പോൾ ആരും കേൾക്കത്ത് പോലുമില്ല. ചിലപ്പോൾ അത് കേട്ടുകൊണ്ടായിരിക്കും ജോലികളൊക്കെ ചെയ്യുന്നത്. എന്താണ് അതിൻ്റെ ആവശ്യം? നമുക്ക് രാവിലെ വേണമെങ്കിൽ എന്തെങ്കിലും ഭക്തിഗാനങ്ങൾ വെക്കാം, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനെ കൂളാക്കുന്ന എന്തെങ്കിലും വെച്ചിട്ട് വേണം നമ്മുടെ ആ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അല്ലാതെ ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. അത് പലർക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലും മനസ്സിലാവില്ല. കാരണം അതവർ പല വർഷങ്ങളായിട്ട് ഫോളോ ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്. അവരുടെ ചിന്താഗതിയിൽ അതാണ് ഏറ്റവും ശരിയായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അവരോടിപ്പോൾ നമ്മൾ ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, അത് ശരിയല്ല, തെറ്റാണ് എന്നുള്ള രീതിയിൽ തന്നെ പറയുള്ളായിരിക്കും. കാരണം പലർക്കും ചെറുപ്പക്കാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, ശരിയല്ല, ഇച്ചിരി പ്രായമുള്ള ആൾക്കാർക്ക് മാത്രമേ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ എന്നൊരു ചിന്താഗതിയാണ് എപ്പോഴും. എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ എന്നുള്ളത് അറിയില്ല. കാരണം ഇപ്പോഴത്തെ യൂത്തായിട്ടുള്ള ആൾക്കാർക്കൊക്കെ എല്ലാത്തിനെക്കുറിച്ചും അറിയാം. അതായത് പഴയ കാര്യങ്ങളെക്കുറിച്ചും ഇപ്പോഴത്തെ കാര്യങ്ങളെക്കുറിച്ചും എല്ലാത്തിനെക്കുറിച്ചും അറിയാൻ ശ്രമിക്കുന്നവരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. പക്ഷേ അത് ഈ ഇച്ചിരി ഏജ്ഡായിട്ടുള്ള അല്ലെങ്കിൽ പേരൻസ് ആ ഒരു റേഞ്ചിലുള്ള ആൾക്കാരൊന്നും മനസ്സിലാക്കുന്നില്ല, ഒന്നും അറിയത്തില്ല. പക്ഷെ അവർ പറയുന്നതിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവാം. അവർ ഫോളോ ചെയ്ത് വരുന്ന കാര്യങ്ങളിൽ ഒരുപാട് തെറ്റുകളുണ്ടായിരിക്കും. പക്ഷെ അത് അവരോട് പറഞ്ഞാലും ചിലപ്പോൾ അവർക്ക് മനസ്സിലാകണമെന്നില്ല. സോ നമുക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാം. നമുക്കത് നമ്മുടെ ചെവിയിലേക്ക് എടുക്കണ്ട, അങ്ങനെ ഒരു ഇതിൽ ആക്കി എടുക്കണം കേട്ടോ. കാരണം നമ്മൾ ഡെയിലി ഒരിക്കലും ഫോളോ ചെയ്യേണ്ട കാര്യമൊന്നുമല്ല ഈ രാവിലെ എഴുന്നേറ്റുള്ള ന്യൂസ് കാണുന്നത്. അതിൻ്റെ ആവശ്യമില്ലെന്നല്ല, അത് വേണ്ട. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കട്ട് ചെയ്ത് കളയുക നമ്മളുടെ ലൈഫിൽ നിന്ന്. നമുക്ക് നമ്മുടെ മോർണിംഗ് ടൈം എന്ന് പറയുന്നത് നമുക്ക് നല്ല പോസിറ്റീവായിട്ട് കൊണ്ടുപോകാനായിട്ടുള്ളൊരു ടൈമാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും മാറ്റുക. പിന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി സമയത്ത് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ മാക്സിമം നേരത്തെ കിടക്കാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് വെളുപ്പിനെ ഈ ഒരു അഫർമേഷനും കാര്യങ്ങളും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒക്കെ എഴുന്നേൽക്കാൻ പറ്റുള്ളൂ. ഇതൊന്നും ഇല്ലെങ്കിലും നമ്മൾ രാത്രി നേരത്തെ കിടക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രവാസികൾ, ഹസ്ബൻഡായിട്ടുള്ളവർ, ഞാൻ നേരത്തെയൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കോളിന് വേണ്ടി ചില 12 മണി, 1 മണി, 2 മണി വരെയൊക്കെ നോക്കിയിരുന്നിട്ടുണ്ട്. പക്ഷേ പിന്നെ അങ്ങനെ നോക്കിയിരുന്നതിന് ശേഷം എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. എനിക്കൊരു മൈഗ്രെയിൻ ഉള്ളതാണ് കേട്ടോ. അപ്പം എനിക്ക് പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ട്, തലയ്ക്ക് ബുദ്ധിമുട്ട്, കണ്ണിന് ബുദ്ധിമുട്ട്. പിറ്റേ ദിവസം എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എനിക്കെൻ്റെ ജോലികൾ പോലും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ആൾക്കാർക്ക് പോലും ഞാനിങ്ങനെ നമുക്ക് സംസാരിക്കണം. ആ ഒരു കോളിന് വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉറക്കമില്ല. നമ്മളിപ്പോൾ 2-3 ദിവസം ഇങ്ങനെ ഉറക്കമില്ലാതെ നോക്കിയിരിക്കുകയാണെന്ന് വിചാരിച്ചു. പക്ഷേ പതുക്കെ നമ്മൾ ഉറങ്ങാൻ ശ്രമിച്ചാൽ പോലും നമുക്ക് ഉറക്കമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളാവും. ഉറക്കം നമ്മളെ വിട്ടു പോയിട്ടുണ്ടാവും, അല്ലേ? അപ്പം നമുക്ക് അങ്ങനെ അങ്ങ് ഉറക്കം കളഞ്ഞിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നല്ല, നമുക്ക് സംസാരിക്കണം, ഇതൊക്കെയാണ് ശരിയാണ്. പക്ഷേ നമ്മൾ നേരത്തെ ഒന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കുക.
ഞാനിപ്പോൾ നേരത്തെ കിടന്നുറങ്ങും. എന്നിട്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കഴിഞ്ഞിട്ട് ഇടയ്ക്കൊരു കുറേ കഴിഞ്ഞ സമയത്ത്, അതായത് ഒരു ഉറക്കം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് എഴുന്നേൽക്കും. അപ്പോഴായിരിക്കും നമ്മുടെ എൻ്റെ ഹസ്ബൻഡ് വിളിക്കുക. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് എഴുന്നേറ്റ് സംസാരിച്ചിട്ട് വീണ്ടും ഉറങ്ങും. കാരണം ഉറക്കം എൻ്റെ ലൈഫിൽ നിന്ന് ഇല്ലാതായി, അല്ലെങ്കിൽ ഞാൻ കുറേ നാൾ ഉറക്കം വളച്ച് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഉറക്കമേ ഇല്ലാതായ ഒരു സമയത്ത് എൻ്റെ പൊന്നെ ഞാൻ എത്ര സ്ട്രഗിൾ ചെയ്തു എന്നറിയുമോ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ ഹെൽത്തിനെ നല്ല രീതിയിൽ ബാധിച്ചു. ഫിസിക്കലി നമുക്ക് ഒത്തിരി ചേഞ്ചസ് വരും. നമുക്ക് ഉറക്കമില്ലാന്നുണ്ടെങ്കിൽ കണ്ണിനടിയിൽ കറുപ്പ്, മുഖം തന്നെ ഒരുമാതിരി ഭയങ്കര എപ്പോഴും മുഖത്ത് ഭയങ്കര ഒരു ക്ഷീണമായിരിക്കും. മുഖത്ത് ക്ഷീണം വരുന്നതിലുപരി നമ്മളെപ്പോഴും നമുക്ക് ഹെൽത്ത് വീക്കായിട്ട് ഇരിക്കുന്നത് പോലെ തോന്നും. നമുക്ക് ഒരിക്കലും ഒരു ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല, എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. ഒരു ദിവസം കൊണ്ട് വരുന്ന ചേഞ്ച് അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു കുറച്ച് ദിവസം ഉറങ്ങാതിരുന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ അടുത്ത് പിന്നെ ഉറക്കം വരാതെയാവും. പിന്നെ അതങ്ങ് ശീലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ നമുക്ക് കറക്റ്റ് ഉറക്കം വേണം, കറക്റ്റ് നന്നായിട്ട് ഭക്ഷണം കഴിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട്, ചില ആൾക്കാരുണ്ട് ഭയങ്കര നോയമ്പും കാര്യങ്ങളും വ്രതങ്ങളും കഠിന വ്രതങ്ങളും ഒക്കെ എടുക്കും. അതൊന്നും വേണ്ടതല്ല. അതൊക്കെ പല റിലീജിയൻ്റെയും ഭാഗമായിട്ട് അല്ലെങ്കിൽ മതങ്ങളുടെ ഭാഗമായിട്ടൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷേ നമുക്ക് എഴുന്നേറ്റ് നമ്മളെ ഭയങ്കരമായിട്ട് നമ്മുടെ ഹെൽത്തിനെ കളയുന്ന രീതിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുന്നില്ല, അത്രയും ക്ഷീണം തോന്നുന്ന അവസ്ഥയിൽ എത്തിക്കുന്ന രീതിയിലുള്ള വ്രതങ്ങൾ എടുക്കരുത്. കാരണം നമുക്ക് ചിലപ്പം എന്തെങ്കിലും ഫിസിക്കലി എന്തെങ്കിലും, ഇപ്പോൾ എനിക്ക് മൈഗ്രെയിൻ ഉള്ളതാണ്, ബി പി പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ഫുഡ്, ഉറക്കം ഇതൊക്കെ ഇല്ലാതായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന് വയ്യാതെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളേ ഉള്ളൂ അല്ലേ, നമ്മളെ ആരും ചിലപ്പോൾ അങ്ങനെ ഒന്ന് വയ്യാതെ കിടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാളും കാണില്ല. നമ്മൾ തന്നെ എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് വരണം. നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കുഞ്ഞുങ്ങളും നമ്മുടെ വീട്, നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ അങ്ങനെ കിടന്നു പോകും. നമ്മൾ കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരാളും കാണില്ല ഒന്ന് റെഡിയാക്കി എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരാനായിട്ട്. ചിലപ്പോൾ 1-2 ദിവസമൊക്കെ ആയാലും കാണും. പക്ഷെ വീണ്ടും നമുക്ക് തന്നെ തോന്നും, അയ്യോ ഞാൻ എങ്ങനെ നോക്കിയായി എടുക്കും എന്നുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഞാൻ കറക്റ്റ് സമയത്തിന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിരുന്നു, എൻ്റെ ഹെൽത്തിനെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നുള്ളത് നമുക്ക് ആ സമയം തോന്നും. അതുകൊണ്ട് കറക്റ്റായിട്ട് ഉറങ്ങാൻ നോക്കുക, നന്നായിട്ട് ആഹാരം കഴിക്കാൻ നോക്കുക. ഇങ്ങനെ വലിച്ചു വാരി കഴിക്കണം എന്നല്ല, സമയത്തിന് കറക്റ്റ് ടൈമിന് ആഹാരം കഴിക്കുക. അതിനിപ്പം ഇറച്ചി മീൻ ഇതൊന്നും നിങ്ങൾ വ്രതം നോക്കുന്ന ആളാണെങ്കിൽ നോക്കുക, പക്ഷേ നിങ്ങളുടെ ഹെൽത്തിന് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുപോകുക. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഡോക്ടേഴ്സൊക്കെ ഇപ്പോൾ പറയുന്നത് നമ്മുടെ ആഹാരത്തിൽ ഇറച്ചിയോ മീനോ മുട്ടയോ എന്തെങ്കിലും ഒരു ദിവസം ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. അതായത് ഇപ്പോൾ പനിയോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ കഞ്ഞി കുടിക്കാനായിട്ടൊക്കെ പറയും. പക്ഷെ ഇപ്പോൾ പറയാം, ഞാൻ മക്കളെയൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇപ്പോൾ പറയുന്നത് നല്ല ഫുഡുകൾ, ഇറച്ചി മീൻ മുട്ട അങ്ങനെയുള്ളതൊക്കെ കൊടുക്കാനായിട്ടാണ് പറയുന്നത് അല്ലേ. പക്ഷേ അത് നമ്മുടെ ഈ പേരൻസ്, അതായത് നമ്മുടെ പേരൻസ് അല്ല ഗ്രാൻഡ് പേരൻസ് ഒക്കെ പറഞ്ഞാൽ അവർ അംഗീകരിക്കത്തില്ല. അതാണ് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട്, കാലങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ട് മുന്നോട്ട് വരുമ്പോഴത്തേനും ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ, ഇപ്പോഴത്തെ യൂത്ത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ പേരൻസൊക്കെ ഇതനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. പക്ഷേ കുറച്ചും കൂടി മുന്നേ ഉള്ള ആ ഒരു ഗ്യാപ്പ് അവരത് സമ്മതിക്കില്ല. കാരണം അവർ ചെയ്തതാണ് ശരി എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ വിചാരിക്കുന്നത്. പക്ഷെ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കറക്റ്റ് കാര്യങ്ങൾ, ഹെൽത്തിന് എന്താണ് ഏറ്റവും നല്ലത് വേണ്ടത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ടൈമിൽ എന്താണ് നല്ലത്, ഇതിലേറ്റവും ഉപരി എനിക്ക് എന്ത് ചെയ്താലാണ് ഞാൻ ഓക്കെ. അതിപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും എൻ്റെ എന്ത് കാര്യവും ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് എനിക്കായിരിക്കണം. എന്ത് ചെയ്താലാണ് ഞാൻ ഓക്കെ ആവുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഹെൽത്ത് ഓക്കെ ആവാൻ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്ത് ചെയ്താലായിരിക്കും ഞാൻ ഓക്കെ ആവുന്നു എന്നുള്ളത് ഒരു അവയർനെസ് എനിക്കുണ്ടായിരിക്കണം. എൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവരായിരിക്കില്ല. അപ്പം മറ്റുള്ളവരൊരു കാര്യം വേറെ ആരെങ്കിലും പുറത്തുനിന്ന് ഒരാൾ ഇങ്ങനെ ചെയ്യുക കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ കാര്യങ്ങൾ ശരിയാവണമെന്നില്ല. നമ്മുടെ കാര്യങ്ങൾ നമുക്ക് തന്നെ ആലോചിച്ച് പ്ലാൻ ചെയ്ത് ശരിയാക്കാൻ പറ്റണം. അതാണ് ആ ഒരു കാര്യമാണ് കേട്ടോ. നമുക്ക് നമ്മളെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രക്രിയ, മനസ്സിലാക്കേണ്ട പ്രക്രിയയാണ് ഈ മെഡിറ്റേഷനിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സെൽഫ് അവെയർനെസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിൽ നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് എന്ത് വേണം എൻ്റെ ലൈഫിലേക്ക്, എൻ്റെ ഹെൽത്തിലേക്ക്, എനിക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് പിക്ക് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കണം എന്നില്ല, നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ ശരിയായിരിക്കണം എന്നില്ല, നമുക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരിക്കും, നമുക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരിക്കും. ഡസൻറ്റ് മാറ്റർ. ഓക്കെ, നമ്മളതെല്ലാം വിട്ട് കളഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോ നിങ്ങൾ ഇപ്പോഴാണ് കാണാൻ തുടങ്ങിയെന്നുണ്ടെങ്കിൽ ആദ്യത്തെ തൊട്ട് വീഡിയോ എടുത്ത് കാണുക. നമ്മുടെ മൈൻഡിനെ പതുക്കെ റീപ്രോഗ്രാമിംഗ് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ ദിവസം കൊണ്ട് നമുക്കിതൊന്നും സാധിക്കത്തില്ല, എനിക്കറിയാം. പക്ഷേ ഡേ ബൈ ഡേ നമുക്കിത് പറ്റും. ഓക്കെ, നമ്മൾ വിചാരിക്കണം എനിക്കിത് വേണം എന്നുള്ളത്. നമ്മുടെ മൈൻഡിനെ നമുക്ക് ഒത്തിരി നെഗറ്റീവ്സ് ഉണ്ടാവും നമ്മുടെ മനസ്സിൽ. അത് എല്ലാം പാസ്റ്റിൽ നിന്ന് കിട്ടിയ ബുദ്ധിമുട്ടുകളായിരിക്കും, പാസ്റ്റ് ലൈഫിൽ നിന്ന് ഉണ്ടായ കാര്യങ്ങളായിരിക്കും ഇപ്പോഴും ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഓക്കെ, നമുക്ക് അതിൽ നിന്നൊരു മോചനം വേണം അല്ലേ. എനിക്ക് എൻ്റെ പാസ്റ്റ് ലൈഫിൽ നിന്ന് കിട്ടിയ വിഷമങ്ങളും പ്രശ്നങ്ങളും തന്നെയാണ് ഇപ്പോഴും എന്നെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും, പക്ഷേ എപ്പോഴെങ്കിലും നമ്മളൊന്ന് പോസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഇതെങ്ങനെ മനസ്സിലേക്ക് കയറി വരുമ്പോൾ വിഷമിക്കും. പലരെയും കൊച്ചുകുട്ടികളെ പോലും ബാല്യകാലത്തിലുണ്ടാകുന്ന ചില മോശം സംഭവങ്ങൾ വലുതായിട്ടും അഡൾട്ടിലും അവരെ പ്രശ്നത്തിലാക്കുന്ന ഇപ്പം സയൻറ്റിഫിക്കലി അതൊക്കെ എത്രയോ ആൾക്കാർ പ്രൂവ് ചെയ്ത് പറയുന്നുണ്ടല്ലേ. അപ്പം പലർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. കഴിഞ്ഞ കാര്യമല്ലേ, അതിനിപ്പോൾ എന്നാ, അത് കഴിഞ്ഞതല്ലേ, എന്തിനാ അതെപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് സിമ്പിളായിട്ട് നമ്മളെ ഇരുന്ന് ബ്ലെയിം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്കറിയില്ല അതിൻ്റെ സീരിയസ്നെസ്, അവർക്ക് അതിനെക്കുറിച്ചുള്ള ബോധമില്ല എന്നങ്ങ് വിചാരിച്ചാൽ മതി. കാരണം പാസ്റ്റിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിലുണ്ടായ വിഷമങ്ങൾ ഒരാളുടെ ഫ്യൂച്ചറിനെ ഭയങ്കര മോശമായിട്ട് ബാധിക്കും എന്നുള്ള ബോധം ഇല്ലാതെ, അത് ചിന്തിക്കാൻ ബോധമില്ലാത്ത ആൾക്കാരാണ് കൂടുതൽ എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അപ്പം ഇവരെ ഒന്നും ബോധം വെപ്പിക്കുക എന്നുള്ളത് നമ്മളുടെ പണിയല്ല. കാരണം നമ്മൾ എത്ര പറഞ്ഞാലും മനസ്സിലാക്കാത്ത ചില ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇഗ്നോർ ദം. ഓക്കെ, അവരെ മനസ്സിലാക്കേണ്ട, അവരെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, നമുക്കൊരാളെയും പറഞ്ഞ് മാറ്റാനോ അല്ലെങ്കിൽ ഒന്നും ബോധിപ്പിക്കാനോ സാധിക്കില്ല. സോ നമുക്ക് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. നമുക്ക് നമ്മുടെ കയ്യിലാണ് എന്നുള്ള ഒരു ചിന്ത എപ്പോഴും വേണം. നമുക്ക് നമ്മളെ ചേഞ്ച് ആക്കാൻ പറ്റും, നമ്മളെ ഒരുപാട് മാറ്റാൻ പറ്റും. അതുവഴി നമ്മുടെ ഫ്യൂച്ചർ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നല്ല മൈൻഡിനെ നല്ല ക്ലെൻസ് ചെയ്യാനായിട്ട് തുടങ്ങുക ഓരോ ദിവസവും. അപ്പം നമുക്കിനി അതിലുള്ള ഓരോ കാര്യങ്ങളാണ് നമ്മൾ ചെയ്ത് തുടങ്ങാൻ പോകുന്നത്. നമ്മുടെ മൈൻഡിനെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക. രാത്രി കിടക്കുമ്പോൾ നിങ്ങൾ ഫോൺ അല്ലെങ്കിൽ റീൽസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഉറങ്ങുന്നതിനൊരു 15 നിങ്ങൾ കണ്ടോ, റൂമിൽ കയറി കുറച്ച് നേരം ഒരു റീൽസും കാര്യങ്ങളും ഫോണൊക്കെ ചെക്ക് ചെയ്തു. അതിന് ശേഷം ഒരു ഉറങ്ങണമെന്ന് തോന്നുന്നതിനൊരു 15 മിനിറ്റ്സ് മുന്നെയെങ്കിലും ഈ ഒരു ഫോണൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ഫാമിലി കൂടി ഉണ്ടാവും, മക്കൾ കൂടി ഉണ്ടാവും, അവരുമായിട്ട് ജസ്റ്റ് ഒന്ന് ഇൻട്രാക്ട് ചെയ്യുക. അതിന് ശേഷം ഒന്ന് കിടക്കുക. വേണമെങ്കിൽ മെഡിറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്ലീപ്പിംഗ് മ്യൂസിക് ഉണ്ട്, അത് വേണമെങ്കിൽ കേൾക്കാം. അത് കേട്ടിട്ട് നമുക്ക് ഉറങ്ങാം. അല്ലെങ്കിൽ കണ്ണടച്ച് കിടന്നിട്ട് എനിക്ക് നല്ല ഉറക്കം തന്നതിന് നന്ദി എന്നുള്ള രീതിയിൽ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ നിന്ന് പറയാൻ ശ്രമിക്കുക. നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് ഉറക്കം പതുക്കെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഉറക്കം കളയുന്ന ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെ നെഗറ്റീവ് ആക്കുന്ന ഒരു കാര്യങ്ങളും കിടക്കുന്നതിന് മുന്നേ കേൾക്കാതിരിക്കട്ടെ. കാരണം ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ന്യൂസും കാണരുതെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഉറങ്ങുന്നതിന് മുന്നേ ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കരുത്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് മാക്സിമം മാറി നിൽക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മളുടെ മൈൻഡ് പതുക്കെ നല്ലൊരു അലൈൻമെൻറ്റിലേക്ക് കയറാനായിട്ട് തുടങ്ങും. ഓക്കെ, നമുക്ക് നമ്മുടെ പാസ്റ്റ് ലൈഫിലുണ്ടായ കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്കൊരു മോചനമാണ് വേണ്ടതല്ലേ. അപ്പം നമ്മുടെ മൈൻഡിനെ നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് നമ്മുടെ മൈൻഡ് നന്നായിട്ട് റീപ്രോഗ്രാം ചെയ്തെടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മൈൻഡ് അത്യാവശ്യം ക്ലിയർ ആവാൻ തുടങ്ങും. നമ്മളൊരു മെഡിറ്റേഷൻ പാത്തിലേക്ക് നമ്മൾ പതുക്കെ വരികയാണ്. ഓക്കെ, അപ്പോൾ അതിനകത്തോട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇതായിരിക്കും നമ്മളുടെ ഒരു ശീലം. നമ്മുടെ ലൈഫിൽ നമ്മുടെ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ശീലം ഇതായി മാറണം. അങ്ങനെ മാറുന്നിടത്താണ് നമ്മുടെ സക്സസ്. ഇറ്റ്സ് വെരി ടഫ്. ഐ നോ, നമ്മൾ ഇത്രയും നാളും കൊണ്ടുപോകുന്ന ഒരു ശീലങ്ങളെയാണ് നമ്മൾ ഈ മാറ്റുന്നത് അല്ല. ഇത്രയും വർഷം നമ്മളുടെ കൂടെ നമ്മൾ ഫോളോ ചെയ്തിരുന്ന പല ശീലങ്ങളെയും നമ്മൾ മാറ്റിയെടുക്കാൻ തുടങ്ങുകയാണ്. ഇത്രയും നാൾ നമ്മുടെ മൈൻഡിൽ കിടന്നിരുന്ന കുറേ കാര്യങ്ങളെ മാറ്റിയെടുത്ത് നമ്മൾ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുകയാണ്, മൈൻഡിനെ ക്ലെൻസ് ചെയ്യുകയാണ്. നമുക്ക് ഫിസിക്കലി ഉള്ള ഒരു മുറിവിനെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. 2 ദിവസം മരുന്ന് വെച്ചാൽ ഹീൽ ചെയ്യാൻ പറ്റും. ബട്ട് വെരി ടഫ്. നമുക്ക് മൈൻഡിലുണ്ടായ വിഷമങ്ങൾ, നെഗറ്റീവ്സ്, പാസ്റ്റ് ലൈഫ് നെഗറ്റീവ്സ്, വിഷമങ്ങൾ, ഇതിനെയൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. മെൻ്റലി ഉണ്ടായ വിഷമങ്ങൾ അല്ലെങ്കിൽ മെൻ്റലി ഉണ്ടായ ബുദ്ധിമുട്ടുകളെ റിക്കവർ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്. പലരും കഴിഞ്ഞ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞ് വളരെ നിസ്സാരമായിട്ട് നമ്മളെ കളയുന്നതാണ്. പക്ഷെ അത് എത്രമാത്രം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത് അതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. സോ നമ്മളെ അതിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ തന്നെ ശ്രമിക്കണം. ഓക്കെ, അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്യുക. നമുക്ക് ഉറങ്ങണം നന്നായിട്ട്. രാവിലെ എഴുന്നേറ്റാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് വേറെ ഒരു വീഡിയോയിലൂടെ കാണാം. ബൈ.